നമസ്കാരം. കേരളത്തിൽ ഒരു രാഷ്ട്രീയക്കാരനായി രാഷ്ട്രീയ നേതാവായി ഒക്കെ പിഴച്ചു പോകുവാൻ വലിയ പാടാണ്. ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം കുറേ മാനദണ്ഡങ്ങളുണ്ട്. അതെല്ലാം പാലിക്കണം. അത് ഇന്ത്യ മുഴുവൻ എല്ലാ രാഷ്ട്രീയ നേതാക്കളും പാലിക്കുവാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ പാളിപ്പോവാറുമുണ്ട്. പാളിപ്പോകുന്ന കാര്യമല്ല പറഞ്ഞത്. കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരൻ ഒന്ന് മര്യാദയ്ക്ക് ജീവിച്ചു പോകണമെങ്കിൽ വലിയ പാടാണ്. മലക്കം മറയണം. ഒന്നില്ലെങ്കിൽ മുസ്ലിം പ്രീണനവുമായി ബന്ധപ്പെട്ട ഒരു വാക്കുപോലും അറിയാതെ പോലും വായിൽ നിന്ന് വീഴരുത്. അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ ചേരണം. ഇതൊക്കെയാണ് ആദ്യത്തെ മാനദണ്ഡം. പറയുന്നത് LDFിൻ്റെയും UDFിൻ്റെയും പിന്തുണയുള്ള രാഷ്ട്രീയ നേതാക്കളെയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഉദാഹരണമാണ് ഫ്രാൻസിസ് ജോർജ് MP എന്ന ഇടുക്കി MPയുടെ മലക്കം മറച്ചിൽ. സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസം മുനമ്പത്താണ്. മുനമ്പത്തെ ഭൂസമരത്തിൻ്റെ 101-ാം ദിവസം. ഈ ദിവസത്തിൽ പ്രസംഗിക്കാനെത്തിയ നമ്മുടെ ഫ്രാൻസിസ് ജോർജ് MPയുടെ ഒരു പരാമർശമാണ് ഇപ്പോൾ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ പുതിയതായി കൊണ്ടുവരുന്ന വഖഫ് ബോർഡ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുമെന്നാണ് അദ്ദേഹം ആ സമരവേദിയിൽ വച്ച് പറഞ്ഞത്. മുനമ്പത്തിനടുത്ത് ഒരുപാട് MPമാരുണ്ട്. പക്ഷേ കത്തോലിക്കനായ ഒരു MP തന്നെ ഇരിക്കട്ടെ പ്രസംഗിക്കാനെന്ന് സമരസമിതിക്കാർ കരുതി. അതുകൊണ്ട് തന്നെ ആവേശത്തോടെയാണ് നമ്മുടെ ഫ്രാൻസിസ് ജോർജ് MPയെ അവിടെ എത്തിച്ചത്. അവിടെ വന്നപ്പോൾ MPക്കും ആവേശമായി. പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, വഖഫ് ബോർഡ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുവാൻ തൻ്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒരുക്കമാണ് എന്ന്. ഈ ഭേദഗതി വന്നാലാണ് പിന്തുണയും ഉണ്ടാകുമെന്ന്. ഫ്രാൻസിസ് ജോർജ് ഇത് പറഞ്ഞ് നാവെടുത്തില്ല. മൗദൂദികളും മൗദൂദാദി വെപ്പോട്ടലുകളുമൊക്കെ ഇത് വാർത്തയാക്കി അങ്ങ് കരഞ്ഞുകൊണ്ട് ആഘോഷിച്ചു. സംഘപരിവാർ പോർട്ടലുകളും വിട്ടില്ല. അതാ ഒരു പുതിയ കൃസംഗിയുടെ ഉദയം എന്ന രീതിയിൽ അവരും ആഘോഷിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്തുണയുമായി BJP നേതാവ് ഷോൺ ജോർജ് ഫേസ്ബുക്കിലൂടെ അദ്ദേഹത്തിൻ്റെ പിന്തുണയും അറിയിച്ചു. കാര്യങ്ങൾ തീർന്നില്ലേ? ഫ്രാൻസിസ് ജോർജ് MPക്കെതിരെ ആദ്യമായി രംഗത്തെത്തിയത് നമ്മുടെ മുസ്ലിം ലീഗായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭാംഗമായ ഹാരിസ് ബീരാനാണ് ആദ്യം രംഗത്തെത്തിയത്. ഈ വഖഫിനെ കുറിച്ചും മുനമ്പം ഭൂസമരത്തെക്കുറിച്ചുമൊന്നും അറിയാതെയാണ് MPയുടെ പ്രതികരണമെന്നാണ് നമ്മുടെ ഹാരിസ് ബീരാൻ പറയുന്നത്. ഏത് വിധത്തിലാണത്രേ ഈ ഒരു ഭേദഗതി എന്നുള്ളതാണ് നമ്മുടെ ഫ്രാൻസിസ് ജോർജിൻ്റെ തോന്നലെന്ന് അദ്ദേഹം പറഞ്ഞു. സാധാരണ UDF നേതാക്കൾ, പ്രധാനമായും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ പറയുന്ന പോലെ ഈ വഖഫ് ഭേദഗതി ബില്ലും നമ്മുടെ മുനമ്പത്തെ ഭൂമി വിഷയവും രണ്ടും രണ്ടാണത്രേ. അത് എത്ര ആലോചിച്ചിട്ടും സകലമാന പ്രവർത്തകർക്കും മനസ്സിലായിട്ടുമില്ല. അത് മറ്റൊരു കോമഡി. ഇത് തന്നെയാണ് ഹാരിസ് ബീരാനും പറഞ്ഞത്. ഹാരിസ് ബീരാൻ്റെ പ്രസ്താവനയും മുന്നണിയിലെ പ്രഷറും നമ്മുടെ കത്തോലിക്കനായ MPയെ മറിച്ചു ചിന്തിച്ചു. ഇപ്പോൾ അദ്ദേഹം മലക്കം മറിഞ്ഞിരിക്കുകയാണ്. വഖഫ് ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുമെന്നല്ലത്രേ അദ്ദേഹം പറഞ്ഞത്. BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അതൊക്കെ എങ്ങനെയൊക്കെ വന്നതാണത്രേ. അങ്ങനെ പറഞ്ഞ് മലക്കം മറിഞ്ഞിരിക്കുകയാണ് ഇടുക്കി MP ഫ്രാൻസിസ് ജോർജ്. പലരും കരുതിയത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം BJPയിൽ ചേരുമെന്നാണ്. കൃസംഗികൾ കൂടുതലാവുന്ന BJPയിലേക്ക് പുതിയ ഒരു കൃസംഗിയായി നമ്മുടെ ഇടുക്കി MP എത്തുമെന്നും പറഞ്ഞവരുണ്ട്. അവരൊക്കെ ചമ്മിപ്പോയി. കാരണം ഇവിടെ ഇത്തരത്തിലുള്ള ഡയലോഗുകൾ പറഞ്ഞാൽ വിവരമറിയും. UDFിൽ നിൽക്കുമ്പോൾ മുസ്ലിം ലീഗ് പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം. അതിൻ്റെ ഉദാഹരണങ്ങൾ പണ്ട് മുതലേ കണ്ടതാണ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്ത് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയുമെല്ലാം ഡൽഹിക്ക് പോയത് എന്തിനായിരുന്നു? പോയത് ഉപമുഖ്യമന്ത്രി പദം നമ്മുടെ മുസ്ലിം ലീഗിന് അഥവാ കുഞ്ഞാപ്പയ്ക്ക് കൊടുക്കുവാനാണത്രേ എന്ന് പറഞ്ഞവരുമുണ്ട്. കാര്യങ്ങൾ സത്യമാണോ എന്നറിയില്ല. പക്ഷേ മുസ്ലിം ലീഗ് പറയുന്നിടത്താണ് UDFിന് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. മുസ്ലിം ലീഗിന് വഖഫ് വിഷയത്തിൽ മറ്റൊരു അഭിപ്രായവുമില്ല. അതാണ് മറ്റൊരു സത്യം. അതുകൊണ്ട് തന്നെ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് അധികം ഡയലോഗുകളൊന്നും ഒരു MPയും എടുക്കേണ്ട. എടുത്താൽ മലക്കം മറിയും. ഫ്രാൻസിസ് ജോർജ് അറിയേണ്ടത് മറ്റൊരു കാര്യമാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് തൊട്ടു മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു യാത്രയുണ്ടായിരുന്നു. യാത്ര കറങ്ങിത്തിരിഞ്ഞ് അങ്ങയുടെ നിയോജക മണ്ഡലത്തിൽ വന്നപ്പോൾ അന്നത്തെ MP ആയിരുന്ന തോമസ് ചാഴിക്കാടൻ ഒരു ഡയലോഗ് ഇട്ടു. ആ ഡയലോഗ് മുഖ്യമന്ത്രിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം തിരുത്തി. പിണറായി വിജയൻ തിരുത്തിയ തോമസ് ചാഴിക്കാടനെ നാട്ടുകാർ തിരുത്തി. അതുപോലെ തന്നെ ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിരുത്തും. ഇപ്പോൾ മലക്കം പറഞ്ഞാൽ 4.5 വർഷം. 4.5 വർഷം കഴിഞ്ഞാൽ എങ്ങോട്ട് തിരിയും, എന്ത് ചെയ്യും എന്ന് കൂടി അറിയണം. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്.
മലക്കം മറിഞ്ഞാലൊന്നും കാര്യമൊന്നുമില്ല. കുറച്ചുനാൾ ഇങ്ങനെയൊക്കെ അങ്ങ് പഴിച്ചു പോകുക. എന്തായാലും ഇടുക്കി എംപിയുടെ പ്രസ്താവന മാറ്റത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.